ഹായ്, ഞാൻ അജ്മീർ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര എന്ന സ്ഥലത്ത് താമസിക്കുന്നു. മാരീഡാണ്. ഞാൻ 2017 +2 പാസ്സായിട്ട് ഇറങ്ങുന്നത്. അതിനുശേഷം ഞാൻ കേരള യൂണിവേഴ്സിറ്റി BSc മാത്തമാറ്റിക്സിന് ഡിഗ്രിക്ക് ചേർന്നു. 2020 ഞാൻ പാസ് ഔട്ട് ആവുന്നു. ശേഷം എനിക്ക് 3 ഇയറോളം ഗ്യാപ്പ് വന്നു. ഞാൻ പഠിക്കാനോ അങ്ങനെയൊന്നും പോയില്ല. കാരണം എനിക്ക് മാരേജും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കോളേജിൽ ചെന്ന് പഠിക്കാനുള്ള സാഹചര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഒന്നിനും പോയില്ല. പിന്നീട് ടീച്ചിങ്ങിനോടുള്ളൊരു താല്പര്യം കാരണം ഞാൻ BEdന് ചേരാമെന്ന് വിചാരിച്ചു. BEdന് ചേർന്നു. അത് കംപ്ലീറ്റ് ആയി. കേരള യൂണിവേഴ്സിറ്റി ആയിരുന്നു. അപ്പം BEd കംപ്ലീറ്റ് ആയിട്ട് 3 to 4 മന്ത് ആയതേ ഉള്ളൂ. നിലവിൽ എനിക്ക് തൊഴിലൊന്നുമില്ല. എനിക്ക് ഒരു ടീച്ചിങ് മേഖലയിലോട്ടാണ് ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ എനിക്ക് മെയിനായിട്ട് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ മെയിനായിട്ട് PG അത്യാവശ്യമാണ്. എനിക്ക് PG എടുക്കണം എന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കോളേജിൽ ചെന്ന് പഠിക്കാനുള്ള സാഹചര്യങ്ങളോ സിറ്റുവേഷൻസോ ഒന്നും തന്നെ ഇല്ല. അങ്ങനെയാണ് ഞാൻ ഡിസ്റ്റൻ്റായിട്ട് എടുക്കാമെന്ന് തന്നെ തീരുമാനിച്ചത്. അങ്ങനെയാണ് ഞാൻ ഇഗ്നോയിൽ ജോയിൻ ചെയ്യുന്നത്. എൻ്റെ ഒരു നേച്ചറിൽ എനിക്ക് എപ്പോഴും ഒരു സപ്പോർട്ടായിട്ട് ഒരാൾ വേണം. പക്ഷേ എനിക്ക് ഇഗ്നോയിൽ ചേർന്ന് കഴിഞ്ഞപ്പം എങ്ങനെയാണ് ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചെടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള ടെൻഷൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റഗ്രാമൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോഴാണ് ഈ ലേൺ വൈസിനെ കുറിച്ചിട്ടും ഞാൻ അറിയുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ലേൺ വൈസിൽ ജോയിൻ ചെയ്യുന്നത്. എൻ്റെ ലക്ഷ്യം എപ്പോഴും ഒരു ടീച്ചറാകുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് എനിക്ക് ഒരു PG കംപ്ലീറ്റ് ചെയ്യണം എന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ നിലവിൽ എനിക്ക് PG കംപ്ലീറ്റ് ചെയ്യുക, പാസ് ഔട്ട് ആവുക, നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കുക, എനിക്കൊരു ടീച്ചിങ് മേഖലയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. PG കംപ്ലീറ്റ് ചെയ്യാൻ എന്നെ ലേൺ വൈസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വെണ്ടറാണെങ്കിലും എനിക്ക് ഫുൾ സപ്പോർട്ടീവാണ്. നമുക്ക് വീക്കിലി എല്ലാം അപ്ഡേഷൻസ് എല്ലാം നമ്മൾ അറിയിക്കാനാണെങ്കിലും എല്ലാ കാര്യങ്ങളും, അസൈൻമെൻറ്റ് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംശയങ്ങൾ എല്ലാ കാര്യങ്ങളും ചോദിക്കാം. അതുപോലെ തന്നെ ലൈവ് സെക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലേൺ വൈസ് എപ്പോഴും നമുക്ക് സപ്പോർട്ടീവാണ്. എപ്പോഴും ഒരുപാട് ആൾക്കാർ ഉള്ളിൽ ആഗ്രഹങ്ങളുണ്ട്, പഠിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. വീട്ടു സാഹചര്യങ്ങൾ കാരണം കോളേജിൽ ചെന്ന് പഠിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്തവരുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവർ നമ്മുടെ ഒഴിവ് സമയങ്ങൾ കണ്ടെത്തി നമ്മൾ ഇതുപോലെയുള്ള ഒരു കോഴ്സുകൾക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചേരുക, ഡിസെൻ്റായിട്ട് പഠിക്കുക, പഠിച്ചെത്തുക, നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ കയ്യെത്തിപ്പിടിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടുള്ളത്. അതാണ് എനിക്ക് നിങ്ങളോട് തരാനുള്ള ഒരു ഉപദേശം എന്ന് പറയുന്നത്.